F1 റേസിംഗ് അഥവാ ഫോർമുല 1 റേസിംഗ് അത് വളരെയധികം ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്. സാധാരണ കാർ ഓടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഗെയിമിൽ നമ്മൾ F1 റേസ് ചെയ്യുന്നത് പോലെയൊന്നും അല്ല. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ വളരെയധികം ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനെയൊക്കെയും കഷ്ടപ്പെട്ട് അവരത് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാരണങ്ങളുണ്ട്. അതിൽ ഫെയിം ഉണ്ടാവും, മണി ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറകിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും, അതിൻ്റെ പുറകെ എന്തൊക്കെ നമ്മളെ തേടി വരുമോ അതെല്ലാം. പക്ഷേ അത് റേസ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ഘടകങ്ങൾ കൂടാതെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ റേസിങ്ങിനോടുള്ള പാഷനാണ്. ഇതൊക്കെയാണെങ്കിലും F1 റേസിംഗിൽ കയറി പറ്റുക, അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോവുക, അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. റേസിംഗ് ലെജൻസ് ആയിട്ടുള്ള അയർട്ടൺ സെന്ന, മൈക്കൽ ഷൂമാക്കർ ആൻഡ് ഇപ്പോഴത്തെ ടോപ്പ് നമ്പർ 1 മാക്സ് വെർസ്റ്റാപ്പൻ, ലൂയിസ് ഹാമിൽട്ടൺ, അപ്പോൾ അങ്ങനെയുള്ള റേസിംഗ് ലെജൻസിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതൊന്നും കൂടാതെ അപകടങ്ങളിൽ പരിക്ക് പറ്റി പുറത്തേക്ക് പോകേണ്ടി വരുന്നവരും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ 1990s റേസിംഗിൽ അന്നത്തെ ഒരു റൂക്കി റേസർ ആയിരുന്നു ഇതിലെ നമ്മുടെ നായകൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റോടെ F1 റേസിംഗിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് പരിക്കുകളൊക്കെ ഭേദപ്പെട്ടെങ്കിലും മറ്റു പല റേസിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ എ ലോങ് ടൈം, ഒരു 10-30 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് F1 റേസിംഗിലേക്ക് അയാൾ വരികയാണ്. അയാൾ റേസ് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് റേസിങ്ങിനോടുള്ള പാഷൻ കൊണ്ടാണ്. പണ്ടത്തെ റേസിംഗ് ലെജൻഡ് സെന്നയ്ക്കെതിരെയുള്ള റേസിംഗിലാണ് ഈ ഒരു അപകടം പറ്റിയതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറും കഥയുമാണ്. പക്ഷേ റിയൽ ലൈഫ് സെറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ സ്പോയിലറൊന്നും ഇല്ലാത്ത സ്റ്റോറിയുടെ ഒരു ബേസ് നമുക്ക് പറയാം. അയാൾ തിരിച്ചു വരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അയാളുടെ കൂട്ടുകാരൻ, പണ്ടത്തെ റേസിംഗ് പാർട്ണർ, ഇന്നിപ്പോൾ ഒരു F1 റേസിംഗ് ടീമിൻ്റെ ഓണറാണ്. പക്ഷേ ആ ടീം ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ടീമിനെ രക്ഷപ്പെടുത്തുക എന്നൊരു നിയോഗം കൂടി നമ്മുടെ നായകന് വന്നു ചേരുന്നുണ്ട്. അത് മാത്രമല്ല, പണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നൊരു ലക്ഷ്യം കൂടി നായകനുണ്ട്. സണ്ണി ഹേയ്സ് എന്നാണ് ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന ഈ നായക കഥാപാത്രത്തിന്റെ പേര്. കുറച്ച് അറഗന്റ് ആണ്, സ്വന്തം റേസിംഗ് കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ അയാൾ വരുമ്പോൾ ഇവിടെ ഒരു ടീമിലൊരു റൂക്കി പയ്യൻ കൂടിയുണ്ട്, ജോഷോ എന്ന് പറഞ്ഞിട്ട്. സോ ബേസിക്കലി ഇവന്റെ ഈ തിരിച്ചുവരവെന്ന് പറയുന്നത് ഈ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ജോഷുവ എന്ന് പറയുന്ന ആ ഒരു യുവ റേസറിന്റെ കരിയറും കൂടി അവനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ടീം സെൽ ഓഫ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവൻ്റെ കരിയറിനെ അത് എഫക്ട് ചെയ്യും. നായകനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഇല്ല, കാരണം അവന് തോറ്റു പോയാൽ പോലും വീനോ അയാൾക്ക് അയാളുടെ ലൈഫായിട്ട് പിന്നെയും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അയാളുടെ ആ ഒരു തിരിച്ചു വരവ് ടീമിനെയും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റൂക്കി റേസർ JPനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ സണ്ണിയുടെ ലൈഫിലും വലിയൊരു ചേഞ്ച് ഈ ഒരു F1 റേസിംഗ് കൊണ്ടുവരും. എന്ന് വെച്ച് ഈ സിനിമയുടെ കഥ കംപ്ലീറ്റ്ലി പ്രഡിക്റ്റബിൾ അല്ല. ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലീഷേ സ്റ്റോറി ആയിരിക്കും എന്ന് വിചാരിച്ച് പോവാതിരിക്കൊന്നും വേണ്ട. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഈ സ്റ്റോറിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നായകൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നായകൻ്റെ വ്യൂ പോയിന്റിലൂടെയാണ് കഥ കൂടുതലും അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണിയെയും അതുപോലെ തന്നെ ജോഷയും ഈ സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. റേസിംഗിലെ ഇപ്പോഴത്തെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ, അതുപോലെ മാക്സ് വെർസ്റ്റാപ്പൻ ഒക്കെ വരുന്നുണ്ടെങ്കിലും പേരിലൂടെയും ജസ്റ്റ് വിഷ്വലിലൂടെയും ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് കാണിച്ചിട്ട് പോകുന്നതല്ലാതെ സിനിമ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം F1 റേസിംഗിൻ്റെ ആ ഒരു എസെൻസ് കവർ ചെയ്യാനായിട്ട് സിനിമയ്ക്ക് കുറേയൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമ F1 റേസിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്ക് പോലും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതൊരു സ്പൂൺ ഫീഡിങ് സ്വഭാവം ഈ സിനിമ കാണിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും റേസ് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു റൂള് വരുമ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകനൊരു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കത് കുറച്ചൊരു നെഗറ്റീവ് സൈഡായിട്ടാണ് തോന്നിയത്. കാരണം ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ F1 റേസിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നെസസറി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതുപോലെ തന്നെ സ്റ്റോറിക്ക് കുറേ അപ്സൈഡും ഡൗൺ സൈഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അറൗണ്ട് ഒരു ഇൻ്റർവൽ ടൈമൊക്കെ ആയപ്പോൾ ചെറിയൊരു ലാഗ് ഫീലിംഗ് വന്നെങ്കിലും പിന്നീട് സിനിമ അവിടുന്ന് പതുക്കെ കരകയറി വരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും സിനിമയുടെ ഒരു സ്ട്രോങ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റേസിംഗ് സെക്ഷൻസ് തന്നെയാണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. വലിയൊരു റേസിംഗ് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്നു, ഒരു റേസിംഗ് കാറിലേക്ക് എത്തുന്നു. അപ്പോഴാണ് ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നത്. ആ വിഷ്വൽ അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ വിഷ്വൽ സൈഡിനെ കുറിച്ച് പറയണം. ക്യാമറ വർക്ക് അടിപൊളിയാണ്. കാരണം റേസിംഗ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. F1 റേസിംഗിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകർക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ആ വിഷ്വലിലൂടെ അവർക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫൈനൽ റേസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ VFX സൈഡ് ആണെങ്കിലും വളരെയധികം സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് റിയൽ ഏതാണ് ഗ്രാഫിക്സ് ഏതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ റേസിംഗ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം അതിൻ്റെ സൗണ്ടാണ്. കാരണം F1 റേസിംഗിൽ കാറിന് സ്പീഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. അതുകൂടാതെ അത് കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ സൗണ്ട് വർക്ക് അടിപൊളി. അതും തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമയെ ശരിക്കും എലവേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കാണ്
അടിപൊളി. അതും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ എല്ലാ എലമെൻസും കൂടി ആയി കഴിയുമ്പോൾ ആ ഒരു സിനിമ എക്സ്പീരിയൻസ് അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ പോവുകയാണെങ്കിൽ വിഷ്വലിയും ഐമാക്സിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഐമാക്സ് പറ്റിയില്ലെങ്കിൽ പോലും മികച്ച ഒരു വിഷ്വലുള്ള ഒരു 4K പ്രൊജക്ഷനോ അതുപോലെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു OTTയിൽ കാണാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിലും നല്ലൊരു ഗുഡ് സ്ക്രീനിൽ അതുപോലെ നല്ല ഒരു ഹെഡ്ഫോണോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ഈ സിനിമയിലുണ്ട്. റേസിംഗ് അടിപൊളിയാണെങ്കിലും റേസിംഗ് മാത്രമല്ലത് നമ്മുടെ നായകൻ്റെയും അയാളെ ചുറ്റിപ്പറ്റി കണക്ട് ചെയ്ത് വരുന്ന ആൾക്കാരുടെയും കഥകൾ നമ്മളിലേക്ക് ഫിലിം മേക്കേഴ്സ് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയറക്ടറിനെയും അതുപോലെ റൈറ്റേഴ്സിനെയൊക്കെയാണ്. ടോപ്പ് ഗൺ മാവറിക് എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററും ഡയറക്ടറും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുള്ളത്. അവരെല്ലാവരും ഇതിനു വേണ്ടി ഒന്നിച്ചു എന്നുള്ളതാണ്. ആൻഡ് അവരത് നല്ല രീതിയിൽ നമുക്ക് ഡെലിവറി ചെയ്ത് തന്നിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലെ പെർഫോമൻസ് കൂടി പറയേണ്ടതാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറയുമ്പോൾ തന്നെ ഓസ്കാർ ലെവൽ പെർഫോമൻസോ ഇനി അങ്ങനെ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമോ ഈ സിനിമയിൽ ഉണ്ടായി അല്ലെങ്കിൽ സിറ്റുവേഷനോ ഈ സിനിമയിൽ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വാസ് ഓൾ ഗുഡ്. നമ്മളെ ബോറടിപ്പിക്കാതെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഡാംസൺ എഡ്രിയാസ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് JPയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഹാവിയർ ബാർഡൻ എന്ന് പറയുന്ന ആക്ടറുടെ ആ ഒരു പെർഫോമൻസ് സെക്ഷനാണ്. എനിക്ക് പുള്ളിയുടെ സിനിമകൾ കുറേയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു ആക്ടറാണ്. ഈവൻ ദോ ഇതെല്ലാം അടിപൊളിയാണ്, നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് ഈ സിനിമ തരുന്നുണ്ടെങ്കിലും എനിക്കിതൊരു റീവാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ട് ഫീൽ ചെയ്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ് F1 നൽകിയിട്ടുള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ട് OTTയിൽ വരുമ്പോൾ ഞാനിത് കാണാതിരിക്കില്ല. ബിക്കോസ് OTTയിൽ ഈ സിനിമയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ റേസിംഗ് മൂവീസിൻ്റെ ആ ഒരു കാര്യമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഇപ്പോൾ ഫോർഡ് വേഴ്സസ് ഫെറാറി, ഗ്രാൻഡ് തെരിസ്മോ അതുപോലെയുള്ള സിനിമകൾ, റഷ് പോലുള്ള സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ആ ലെവലിലൊന്നും എത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിവേ, നിങ്ങൾക്കിപ്പോൾ മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മിഡിൽ ലൈഫ് ക്രൈസിസിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മേ ബി ഒരു മോട്ടിവേഷൻ കിട്ടും, ഒരു പ്രതീക്ഷ നൽകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ടീംമേറ്റ്സിൻ്റെ ബോണ്ടിങ്, പിന്നെ ഒരാളുടെ ലൈഫിൽ ഒരു റേസിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംഭവം കൊണ്ടുവരുന്ന ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടു, നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ F1 റേസിംഗും കൂടുതൽ കാണാനോ അതിനെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിലേക്ക് പോകാം. നെറ്റ്ഫ്ലിക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫോർമുല 1 ഡ്രൈവ് ടു സർവൈവ് എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെയുണ്ട്. അത് എനിക്ക് തോന്നുന്നു സീരീസ് അല്ല, അതൊരു ഡോക്യുമെൻ്ററി പോലത്തെ ഒരു സംഭവമാണ്. എല്ലാ സീസണിലും അവരത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു റേസിംഗ് ലെജൻസിനെ പറ്റിയും F1 റേസിങ്ങിനെ പറ്റിയും കൂടുതൽ അറിഞ്ഞത്. നിങ്ങൾക്ക് ആ ഒരു ഡോക്യു സീരീസ് അങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പോൾ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എൻജോയ് ചെയ്യാനും പറ്റും. F1 സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.